ഈ കട ഞാൻ നടത്തരുത്, അതാണോ നിങ്ങളുടെ ആവശ്യം? നീലിമ അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു. ശരി സാർ, ഞാൻ ഈ കട ഒഴിഞ്ഞു പോകാം. അതോടെ നിങ്ങൾക്ക് സമാധാനമാകുമല്ലോ അല്ലേ? ജഗൻ അവളെ മിണ്ടാതെ നോക്കി നിന്നു. അവൾ പറയുന്ന ഓരോ വാക്കും അവൻ്റെ നെഞ്ചിൽ കല്ലുപോലെ പതിക്കുകയായിരുന്നു. ഇനി മേലാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഞങ്ങളെ ഒന്ന് സമാധാനമായി ജീവിക്കാൻ അനുവദിക്കൂ. നീലിമ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും ഓഫീസ് കഴിഞ്ഞ് രജനി അവിടേക്കെത്തി. കടയുടെ മുന്നിൽ നിൽക്കുന്ന ജഗൻ്റെ കാർ കണ്ടതോടെ അവൾ വേഗത്തിൽ അകത്തേക്ക് നടന്നു. ജഗൻ ഒരു നിമിഷം രജനിയെ നോക്കി. അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാത്ത വിധം അവൻ നീലിമയുടെ കയ്യിൽ കയറി പിടിച്ചു. വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കൈവിട എൻ്റെ. അവൾ ശക്തിയായി കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴല്ല പറഞ്ഞത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്ന്. പക്ഷെ ജഗൻ്റെ പിടി അയഞ്ഞില്ല. ജഗൻ സാർ, പ്ലീസ്. അവളുടെ ശബ്ദം വിറച്ചു. അരുൺ തനിച്ചാണ്. അവൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പെരുമാറരുത് നിങ്ങൾ. അരുണിൻ്റെ പേടിച്ച മുഖം ഒരു നിമിഷം ജഗൻ്റെ കണ്ണിൽ പതിഞ്ഞെങ്കിലും ഉള്ളിലെ അസ്വസ്ഥത അവനെ കേൾക്കാൻ അനുവദിച്ചില്ല. അവൻ നീലിമയെ കാറിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിടൂ. അവൾ വീണ്ടും കുതറാൻ ശ്രമിച്ചു. രജനി മുന്നോട്ട് വന്നെങ്കിലും ജഗൻ ശാന്തമായി പറഞ്ഞു. 5 മിനിറ്റ് മാത്രം എനിക്ക് തരണം. ഞാൻ അവളെ തിരികെ തന്നെ കൊണ്ടുവരും. അത് പറഞ്ഞ് അവൻ കാറിൻ്റെ വാതിൽ തുറന്നു. നീലിമ കാരൻ വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ അവൻ അവളെ അകത്തേക്കിരുത്തി. വാതിൽ അടഞ്ഞതോടെ ഇത്രയും നേരം അടക്കി വെച്ചിരുന്ന വേദന മുഴുവൻ അവളിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. ഞാൻ ഇത്രയും പറയുമ്പോഴും നിങ്ങൾ കേൾക്കുന്നില്ലേ അതൊന്നും? അവളുടെ ശബ്ദം വിറച്ചിരുന്നു. എന്തിനാ ദിവസം ഇങ്ങനെ എന്നെ വന്ന് കൊല്ലുന്നത് നിങ്ങൾ? ശരീരമല്ല, മനസ്സാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും വേദനിപ്പിക്കുന്നത്. ജഗൻ മിണ്ടാതെ തന്നെ അവളെ നോക്കി. ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ കഴുത്തറുത്തത് അവനായിരുന്നു. ഇപ്പോൾ ദൂരെ നിന്നുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ സമാധാനം ഇല്ലാതാകുന്നത് നിങ്ങളും. കണ്ണീർ നിയന്ത്രിക്കാൻ അവൾ പാടുപെട്ടു. ഈ പുരുഷന്മാർ എന്താ ഇങ്ങനെ? അവളുടെ ചോദ്യം കാറിനുള്ളിൽ മുഴങ്ങി. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം? പെണ്ണായി ജനിച്ചതാണോ ഞങ്ങളുടെ കുറ്റം? അവൾ സ്വന്തം നെഞ്ചിൽ കൈവച്ചു. ഞങ്ങൾക്കും സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെയും പേടിക്കാതെ ശ്വാസം വിടണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ വഴിയിലും അപമാനവും സംശയവും വേദനയും മാത്രം. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. വിവാഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ പോലും ഇപ്പോൾ പേടിയ. അവളുടെ ശബ്ദം പൊട്ടിപ്പോയിരുന്നു. സ്നേഹിക്കുമെന്ന് വിശ്വസിച്ചവരാണ് ആദ്യം കഴുത്തിൽ കുരുക്ക് മുറുക്കുന്നതും. ജഗൻ വിരലുകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. അവൾ പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് നീലിമയുടെ കണ്ണീർ കാണുമ്പോൾ തൻ്റെ തെറ്റിൻ്റെ ഭാരം ജഗന് പൂർണ്ണമായി മനസ്സിലാക്കുന്നത് തന്നെ. മൂക്കു വലിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ച് നീലിമ പതിയെ തലയുയർത്തി. അപ്പോഴാണ് അവൾ കണ്ടത് കാറിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ജഗനെ. ഒരു നിമിഷം അവൾ അമ്പരന്നു. ഇയാളപ്പോൾ പുറത്തേക്ക് പോയി. അവൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ജഗൻ്റെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു നിന്നിരുന്നു. ആ കണ്ണുനീർ കോപത്തിൻ്റേതായിരുന്നില്ല, വേദനയുടേതാണ്. ആ നിമിഷം നീലിമയുടെ മനസ്സിലൂടെ ഒരു ചിന്ത മിന്നിപ്പോയി. വിവാഹം എന്ന ബന്ധത്തിൽ വഞ്ചിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണോ? അല്ല, പുരുഷന്മാരും വേദനിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് ഉറക്കെ കരയാൻ കഴിയില്ല, നെഞ്ചുപൊട്ടി നിലവിളിക്കാൻ കഴിയില്ല. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ആരും കാണാതെ ഉരുകി ജീവിക്കുകയാണ് പലരും. ചിലപ്പോൾ പരിചിതമല്ലാത്ത ഒരാളുടെ മുന്നിൽ പോലും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ നെഞ്ചിലുണ്ടായിരുന്ന ഭാരം പകുതിയായി ഇറങ്ങിപ്പോകും. മഴയ്ക്ക് ശേഷം തെളിഞ്ഞൊരു ഒഴുകുന്ന ഒരു നീരുറവ പോലെ മനസ്സും ശാന്തമാകും. ഇപ്പോൾ നീലിമയുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. അവൾ ജഗനെ നോക്കി കരയുകയാണോ? വിശ്വസിക്കാനാവാതെ അവൾ നിന്നു. അടുത്ത നിമിഷം ജഗൻ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. നീലിമ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു. അവൾ ഞെട്ടിപ്പോയി. ജഗൻ സാർ. അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകൾ അയഞ്ഞില്ല. ജഗൻ്റെ കണ്ണുനീർ അവളുടെ തോളിലേക്ക് വീണു. ആ ആലിംഗനത്തിൽ ഒരു പുരുഷൻ്റെ അധിനിവേശമുണ്ടായിരുന്നില്ല, കാമമുണ്ടായിരുന്നില്ല. തകർന്നു പോയ ഒരു മനസ്സ് ആശ്വാസം തേടിയെത്തിയ നിസ്സഹായത മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ആ തിരിച്ചറിവ് നീലിമയെ നിശബ്ദയാക്കി. കുറച്ച് നിമിഷങ്ങൾ ഇരുവർക്കുമിടയിൽ സംസാരിച്ചത് നിശബ്ദത മാത്രം. അല്പസമയം കഴിഞ്ഞ് ജഗൻ പതിയെ അവളിൽ നിന്ന് അകന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും കഴിയാതെ അവൻ കാറിൽ കയറി. ഒന്നും പറയാതെ വണ്ടിയും സ്റ്റാർട്ട് ചെയ്തു. നീലിമയും ആശയക്കുഴപ്പത്തോടെ കാറിൽ കയറി. കാർ നഗരത്തിൻ്റെ തിരക്കുകളിലൂടെ മുന്നോട്ട് നീങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ കാറ് നിന്നു. വർണ്ണാഭമായ ലൈറ്റുകളും സ്വീകരണ ബാനറുകളും അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു.
നീലിമ പുറത്തേക്ക് നോക്കി. ഇവിടെ എന്തിനാ വന്നത്? ജഗൻ അവളെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. ഓ, കളിക്കാൻ. അവൻ്റെ സ്വാഭാവികമായ മറുപടി കേട്ട് നീലിമ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ മുഖം വീണ്ടും ഗൗരവമായി. ഇവിടേക്കാണോ എന്നെയും ക്ഷണിച്ചത്? ആര്? അന്ന് ഓഫീസിൽ വന്ന ആൾ. ജഗൻ ഒരു നിമിഷം അവളെ നോക്കി. അജയനെയാണോ നീ പറയുന്നേ? അതെ. അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ജഗൻ ദീർഘമായി ശ്വാസമെടുത്തു. ഓ, അറിയാത്തയാളാണോ? പിന്നെ അവൻ്റെ ഒപ്പം നീ എന്നെ കാണാൻ വന്നത്? നീലിമ ശാന്തമായി മറുപടിയോടെ പറഞ്ഞു. ഞാൻ ആരുടെയും കൂടെ വന്നതല്ല. അവളുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അവരാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. നിങ്ങളെ കാണാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്നും അവരും പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും പറയാതെ നിന്നതും. ജഗൻ കുറച്ചു നേരം മിണ്ടാതെ അവളെ നോക്കി. ശേഷം പതിയെ പറഞ്ഞു. മതി, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അവൻ കാറിൽ നിന്നിറങ്ങി. മറുവശത്തേക്ക് വന്ന് വാതിൽ തുറന്ന് ഇറങ്ങ്. നീലിമ അനങ്ങാതെ തന്നെ സീറ്റിലിരുന്നു. ഞാൻ ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് വരില്ല. എന്തുകൊണ്ട്? എനിക്കിവിടെ ആരെയും അറിയില്ല. ഞാനില്ലേ? ആ 3 വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ അവനെ തേടി. ജഗൻ ആദ്യമായി അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. ഇന്ന് നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ. അത് പറഞ്ഞ് അവൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത്തവണ ആ പിടിയിൽ ബലപ്രയോഗമുണ്ടായിരുന്നില്ല, വിശ്വാസം മാത്രമായിരുന്നു. ഇരുവരും ഒരുമിച്ച് ഷോ നടക്കുന്ന ഹാളിലേക്ക് നടന്നു. അകത്ത് അപ്പോഴും ഫാഷൻ ഷോ ആരംഭിച്ചിരുന്നു. വർണ്ണാഭമായ ലൈറ്റുകൾ വേദിയിൽ കൂടുതൽ മനോഹരമാക്കി. മൃദുവായ സംഗീതത്തിൻ്റെ താളത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ മുഴുവൻ റാമ്പിലേക്കായിരുന്നു. ജഗൻ അവസാന നിരയിലെ ഒഴിഞ്ഞ 2 സീറ്റുകളെ കണ്ടു. ഇവിടെ ഇരിക്കാം, വാ. അവൻ ഇരുന്ന് പിന്നാലെ നീലിമയെ മടിച്ചുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു. ആദ്യമൊക്കെ അവൾക്ക് അവിടെ ഇരിക്കുന്നത് അസ്വസ്ഥതയായിരുന്നു. ചുറ്റുമുള്ളവരുടെ വസ്ത്രധാരണവും അന്തരീക്ഷവുമെല്ലാം അവൾക്ക് പുതുമയുള്ളതായിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ശ്രദ്ധ മുഴുവൻ സ്റ്റേജിലേക്ക് തിരിഞ്ഞു. മോഡലുകൾ ഓരോന്നായി റാമ്പിലൂടെ നടന്നു വരാൻ തുടങ്ങി. ഓരോ വസ്ത്രവും ഓരോ കഥ പറയുന്നത് പോലെയായിരുന്നു. നിറങ്ങളുടെ മനോഹരമായ കൂട്ടിച്ചേർക്കൽ, കൈപ്പണിയുടെ സൂക്ഷ്മത, തുണിയുടെ ഒഴുക്ക്, ഓരോ ഡിസൈനും നീലിമയുടെ കണ്ണുകളിൽ അത്ഭുതം നിറച്ചു. അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ കൗതുകം, സന്തോഷം ജഗൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് കണ്ണീരിൽ മുങ്ങിയിരുന്ന അതേ മുഖത്ത് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കൗതുകം കാണുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അറിയാതൊരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. നീലിമയാകട്ടെ അതൊന്നും അറിയാതെ ഓരോ ഡിസൈനും മനസ്സിൽ വിലയിരുത്തുകയായിരുന്നു അവൾ. ഈ ഡിസൈനിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ കൂടുതൽ മനോഹരമാകും. ഈ നിറത്തിന് പകരം മറ്റൊരു ഷെയ്ഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ. അവളുടെ മനസ്സ് അറിയാതെ ഡിസൈനറുടേതുപോലെ ചിന്തിക്കാൻ തുടങ്ങി. അത് ശ്രദ്ധിച്ച ജഗൻ പതിയെ അവളുടെ അടുത്തേക്ക് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്താ ഇത്ര ശ്രദ്ധിച്ചു നോക്കുന്നത് നീ? നീലിമ അവനെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. ഇതെൻ്റെ സ്വപ്നമാ. ആ 4 വാക്കുകൾ കേട്ടപ്പോൾ ജഗൻ്റെ നോട്ടം വീണ്ടും സ്റ്റേജിൽ നിന്ന് മാറി അവളിൽ തന്നെ പതിഞ്ഞു. ആദ്യമായി അവളുടെ സ്വപ്നത്തെക്കുറിച്ച് അറിയാൻ അവന് ആത്മാർത്ഥമായ ആഗ്രഹം തോന്നി. ഹാളിലെ പ്രധാന ലൈറ്റുകൾ പതിയെ അണഞ്ഞു. വർണ്ണാഭമായ സ്പോട്ട് ലൈറ്റുകൾ മാത്രം റാമ്പിലേക്ക് പതിഞ്ഞു. മൃദുവായ സംഗീതം ഉയർന്നതോടെ പ്രേക്ഷകരുടെ മുഴുവൻ ശ്രദ്ധയും സ്റ്റേജിലേക്കായി. അല്പസമയത്തിൽ അജയ് കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് ആത്മവിശ്വാസത്തോടെ റാമ്പിലേക്ക് നടന്നു വന്നു. അവൻ്റെ പിന്നാലെ ഓരോന്നായി മോഡലുകളും പ്രത്യക്ഷപ്പെട്ടു. ഓരോരുത്തരും വ്യത്യസ്തമായ ഡിസൈനർ വസ്ത്രങ്ങൾ അണിഞ്ഞ് റാമ്പിലൂടെ നടന്നപ്പോൾ ഹാളാകെ കയ്യടികളാൽ നിറഞ്ഞു. ആ കാഴ്ച കണ്ട നിമിഷം ജഗൻ്റെ കൈകൾ അറിയാതെ മുറുകി. അരികിലിരുന്ന നീലിമയുടെ കൈ അവൻ അറിയാതെ ശക്തിയായി പിടിച്ചിരുന്നു. ആ വേദന കൊണ്ട് അവൾ ചെറുതായി ഞെരങ്ങി. അപ്പോഴാണ് ജഗന് ബോധം വന്നത്. സോറി. അവൻ പതിയെ വിടുവിട്ടു. എന്നാൽ നീലിമയുടെ കണ്ണുകൾ ഇപ്പോഴും സ്റ്റേജിൽ തന്നെയാണ്. അവൻ്റെ ഉള്ളിൽ അടക്കാനാവാത്തൊരു വേദന ഉയർന്നു. പല്ലുകൾ മുറുകെ പിടിച്ച് അവൻ പതിയെ പറഞ്ഞു. ഈ അഭിനന്ദനവും ഈ കയ്യടിയും എല്ലാം എനിക്കും എൻ്റെ സ്റ്റാഫിനും കിട്ടേണ്ടതാണ്. ആ വാക്കുകൾ കേട്ടതോടെ രാവിലെ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം നീലിമക്ക് വ്യക്തമായി. അവൻ ശാന്തമായി അവളെ നോക്കി. ഒരു കാര്യം ചോദിക്കട്ടെ? നീലിമ അവനെ നോക്കി. നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഈ ഡിസൈനുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്? ഡിസൈനറെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നതും. അവൾ ശാന്തമായി മറുപടി പറഞ്ഞു. പക്ഷേ ജഗൻ ഉടനെ അവളുടെ വാക്കുകൾ മുറിച്ചു കടന്നു. ഓഹോ, നിനക്കാണോ ഡിസൈനിനെക്കുറിച്ച് എല്ലാം അറിയുന്നത്? അവൻ്റെ ശബ്ദത്തിൽ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ ഡിസൈനർ ചെയ്തവർ സാധാരണക്കാരല്ല, വർഷങ്ങളുടെ അനുഭവമുള്ള ആളുകളാ. അവരെയാണോ നീ തെറ്റാണെന്ന് പറയുന്നത്? നീലിമോട്ടും പതറാതെ സ്റ്റേജിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവളുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു.